പോത്തൻകോട് പുളിമാത്തൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് ഇന്ന് സമൂഹ പൊങ്കാല നടന്നു. നിരവധി ഭക്തജനങ്ങളാണ് പൊങ്കാലയർപ്പിക്കാൻ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നത്. ശിവരാത്രി മഹോത്സവത്തിന് മാർച്ച് 2-ാം തീയതിയാണ് തുടക്കം കുറിച്ചത്. ദേവീക്ഷേത്ര പ്രതിഷ്ഠാ വാർഷികത്തോടനുബന്ധിച്ച് മറ്റു ചടങ്ങുകളും കളമെഴുത്തുപാട്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നു. തിരുവനന്തപുരം ജില്ലയിലെ പ്രശസ്തമായ ക്ഷേത്രങ്ങളിലൊന്നാണ് പുളിമാത്തൂർ ശ്രീ മഹാദേവ ക്ഷേത്രം. കുമ്പായം പഞ്ചായത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 380ഓളം വർഷത്തെ പഴക്കമുണ്ടെന്നാണ് പഴമക്കാർ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവിടുത്തെ പ്രധാന ഉത്സവം എന്ന് പറയുന്നത് ശിവരാത്രിയോടനുബന്ധിച്ച് വരുന്ന ശിവരാത്രി മഹോത്സവമാണ്. 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ഇപ്രാവശ്യം സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിൽ ആദ്യ ദിവസം തന്നെ കേന്ദ്രമന്ത്രിയും സംസ്ഥാന മന്ത്രിമാരും മറ്റ് നേതാക്കളും തിരുവിതാംകൂർ കൊട്ടാരത്ത് നിന്ന് ആദിത്യവർമ്മയും ഒക്കെ പങ്കെടുത്ത ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. മഹാശിവരാത്രി ദിവസത്തിൽ പുലർച്ചെ 3 മണി മുതൽ അഷ്ടാഭിഷേകവും 1008 ധാരയും തുടർന്ന് ശിവരാത്രി വിശേഷാൽ പൂജകളും ഉണ്ടാകും. മഹാശിവരാത്രി നാളിൽ സമർപ്പിക്കുന്ന വഴിപാടുകളെല്ലാം ഫലം ചെയ്യുമെന്നാണ് വിശ്വാസം. ഉപവാസവും ഉറക്കമൊഴിയുന്നതുമാണ് ഈ ദിവസങ്ങളിലെ പ്രധാന ആചാരങ്ങൾ. അതീവ ഫലദായകമാണ് അന്നേ ദിവസത്തെ വഴിപാട് നടത്തലെന്നും വിശ്വാസമുണ്ട്. ഈ ദിവസം ഉറക്കമൊഴിഞ്ഞ് കൂവളത്തിന്റെ ഇല ശിവലിംഗത്തിൽ സമർപ്പിച്ചാൽ അവർ മരണാനന്തര ശിവലോകത്ത് പ്രവേശിക്കും എന്ന വിശ്വാസവും ഭക്തർക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. വിസ്മയ ന്യൂസ്, പോത്തൻകോട്.